ആരാധന ഒക്കെ ദൈവം നമ്മെ സഹായിക്കുന്നുണ്ടല്ലോ. കർത്താവിന്റെ സ്നേഹത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ലോകം വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ മക്കളെ നമുക്ക് ആശ്വസിപ്പാനും ആശ്രയിപ്പാനും ഒരു വകയുണ്ട്, ആശ്വസിപ്പാനും നാമമുണ്ട്, സന്തോഷിപ്പാൻ നമുക്കൊരു നാമമുണ്ട്. നമ്മുടെ കർത്താവിന്റെ നാമമാണ്. എന്ത് സംഭവിച്ചാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എന്തിളകി വന്നാലും നമുക്ക് ആശ്രയിപ്പാനും ആശ്വസിപ്പാനും നമ്മുടെ കർത്താവുണ്ട്. അത് നമ്മുടെ പ്രത്യാശയാണ്. ഹാലലൂയ. അതിനെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. ഹാലലൂയ, സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയർക്കെതിരെ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 10-11. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. സ്തോത്രം. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തിൽ അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ മധ്യയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് അവന്റെ നിമിത്തമെല്ലാം ഉപേക്ഷിച്ചവറു എന്നെഴുതുന്നത്. സ്തോത്രം. ഹാലലൂയ. വളരെ എന്താ പറയുന്നത്, വളരെ മനോഹരമായ വാക്യമാണെങ്കിലും പലപ്പോഴും നമുക്ക് അതിനെ നമ്മുടെ പ്രവർത്തികൾക്ക് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു വാക്യമാണ് ഞാൻ വായിച്ചത്. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ ഈ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം വളരെ മനോഹരമാണ്. അതിലെ അദ്ദേഹം എഴുതുന്ന ആ ഒരു അന്തരീക്ഷം വളരെ പഥറ്റിക് ആണ്. അതായത് റോമൻ കാലഘട്ടത്തിൽ നിന്നുള്ള അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. അതിന്റെ കാലഘട്ടത്തിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, റോമൻ കാലഘട്ടം തടവറ എന്ന് പറയുമ്പോൾ അത് വളരെ ദയനീയമായ അവസ്ഥയിലുള്ള ഒരു തടവറയായിരുന്നു. സ്തോത്രം. ഹാലലൂയ. സൂര്യപ്രകാശം വളരെ കുറച്ചു മാത്രം കടന്നു ചെല്ലുന്ന മനുഷ്യ തടവുകാരുടെ വിസർജ്യങ്ങളിലൊക്കെ കൂട്ടിയിട്ടേക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ അസുഖകരമായ വാടയും ദുർഗന്ധവും സൂര്യപ്രകാശം ശരിക്കും കിട്ടാത്ത വളരെ മോശപ്പെട്ട, നമുക്കറിയാം ഒരു റോമിലെ കാലാവസ്ഥ, റോം എന്ന് പറയുന്ന ആ നഗരത്തെ കാലാവസ്ഥ നമുക്കറിയാം. അപ്പൊ അത്രത്തോളം വളരെ ശോചനീയമായ ഒരു കാലാവസ്ഥയുടെ അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ നിന്നാണ് അപ്പോസ്തലൻ ലെറ്റർ എഴുതുന്നത്. അദ്ദേഹം ഇതിൽ പലവട്ടം പറഞ്ഞ് സന്തോഷിപ്പിന് പറയുന്നുണ്ട്. എപ്പോഴും ഇതിന്റെ ഈ 3-ാം അധ്യായം ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാ: എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവ് സന്തോഷിപ്പിൻ. ഈ ഒരു അന്തരീക്ഷം അദ്ദേഹം അദ്ദേഹം പറയുന്ന വാക്കാണ്. അപ്പോസ്തലൻ പറയുമ്പോൾ അങ്ങനെ തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അദ്ദേഹം സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. എന്നിട്ട് കുറെ പറഞ്ഞ് താഴെ പറയുകയാണ്. 10-ലും 11-ലും പറയുന്നു, അവനിൽ ഇരിക്കേണ്ടതിന് അവന്റെ മനത്തിൽ അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും. ഹല്ലേലൂയ. ഞാൻ ആ വാക്യത്തെ അതിന്റെ ഓർഡർ ഒന്ന് മാറ്റാനായിട്ട്, വാക്യം മാറ്റുകയല്ല, എനിക്ക് മനസ്സിലായതും എനിക്ക് സന്തോഷം തന്നതുമായ വിധത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഓർഡർ നമ്മുടെ ഒരു എന്ത് പറയുന്നത്, ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം. ഹല്ലേലൂയ. അതിങ്ങനെ ഞാൻ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും അവന്റെ മനത്ത് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും അനുഭവിച്ചറിയും. ഹാലലൂയ. കഷ്ടാനുഭവം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയുക. ഒന്നുകൂടെ പറയാം: അവനിലിരിക്കേണ്ടതിനും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും അവന്റെ മരണത്വം അനുഭവപ്പെട്ടിട്ട് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയേണ്ടതിന്. ഹാലലൂയ. സ്തോത്രം. ഞാൻ ഓർഡർ ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ ഹാലലൂയ നമ്മൾ അനുഭവിക്കണം. നമ്മൾ അതിനെ ആസ്വദിക്കേണ്ട, അല്ലെങ്കിൽ അപ്പോസ്തലന്റെ ഭാഷ പറഞ്ഞ ആസ്വദിക്കേണ്ട രീതിയെക്കുറിച്ച് ഞാനൊന്ന് മാറ്റി വായിച്ചതാണ്. ഹാലലൂയ. ക്രിസ്തു ഇരിക്കേണ്ടതിന് ആ ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. യേശുവിനോടുകൂടെ അവൻ ഇരിക്കേണ്ടതിന്, യേശുവിനെ അറിയേണ്ട വിധത്തിൽ അറിയുവാൻ. ഹാലലൂയ. സ്തോത്രം. ആ ബന്ധത്തെ കുറിച്ച് അവിടെ പറയുന്നത്. സ്തോത്രം. താഴേക്ക് വരുമ്പോൾ അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ഹാലലൂയ നമ്മൾ കടന്നു പോകേണ്ട ചില അവസ്ഥകളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. ഹാലലൂയ. അതിൽ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾക്ക് ഭയമാണ്. യേശു കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നമുക്ക് പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ അതിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ മുഖം തിരിക്കുകയാണ് പതിവ്. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മുടെ ജഡം നമ്മളെ അനുവദിക്കുന്നില്ല എന്നുള്ളത് വളരെ പരമമായ സത്യമാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങൾക്ക് ഉൾപ്പെടുന്ന വിശ്വാസ സമൂഹം, നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും, നമ്മൾ തലയൊക്കെ ആട്ടി പറയുമെങ്കിലും പലപ്പോഴും നമ്മൾ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ പറഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് വെക്കാനാണ് കൂടുതൽ ചാൻസ് കൂടുതൽ. പക്ഷെ ബാക്കിലേക്ക് വെച്ചെങ്കിൽ പോലും എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നത്, അല്ലേ? ഹല്ലേലൂയ. മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗം. പക്ഷെ അപ്പോസ്തലൻ പറയുക, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ. ആദ്യമായി പറയുന്ന ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ. ഹല്ലേലൂയ. അവനെ അറിയാൻ, അനുഭവിച്ചറിയാൻ, വ്യക്തിപരമായ ബന്ധത്തിലേക്ക് എത്തിച്ചേരുവാൻ.
എന്നിട്ട് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു പോകുവാൻ, എന്നിട്ട് ക്രിസ്തുവിന്റെ മരണത്തോട് അനുഭവപ്പെടുവാൻ. ഹാലലൂയ, സ്തോത്രം. ആ മരണം എന്ന് പറയുമ്പോൾ സാക്രിഫൈസ് ആണ്. ഹാലലു നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് സന്തോഷം തരുന്ന, നമ്മുടെ ജഡത്തെ പലപ്പോഴും സുഖമുള്ളവാക്കുന്ന പലതിനെയും സാക്രിഫൈസ് ചെയ്യുന്ന അനുഭവം. ഹാലലൂയ, സ്തോത്രം. അത് ഈ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ആ കഷ്ടാനുഭവ കൂട്ടായ്മ കഴിയുമ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ, ഈ കഷ്ടങ്ങളെ അനുഭവിച്ചിട്ട് പിന്നീട് നമുക്ക് പ്രിയമുള്ള പലതിനെയും ക്രിസ്തുവിനെ പ്രതി സാക്രിഫൈസ് ചെയ്യുന്ന അനുഭവം. ഹാലലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു നമുക്കറിയാം നമുക്ക് എന്തൊക്കെയാണ് മാറ്റിവെക്കേണ്ടത്, നമുക്കറിയാം, നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഇല്ലേ? ക്രിസ്തുവിനെ വേണ്ടതുപോലെ അറിയുവാൻ, ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, ഹാലലൂയ, അവരുടെ കടന്നു പോകുവാൻ, ഹാലലൂയ, ആ മരണത്തോട് അനുഭവപ്പെടുവാനൊക്കെ എന്താണ് ചെയ്യേണ്ടത് വ്യക്തമായി നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾക്കത് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വ്യക്തിപരമായി എന്റെ ജീവിതത്തിൽ ഞാൻ പറയുമ്പോൾ അങ്ങനെ എനിക്കും പറയാൻ കഴിയുന്നത്. ഹാലലൂയ, സ്തോത്രം. മറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നെങ്കിൽ അത് ഏറ്റവും ബ്ലെസ്സിങ് ആണ്. ക്രിസ്തുവിന് വേണ്ടി ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ, ആ മരണത്തോട് അനുഭവപ്പെടുവാനൊക്കെ കഴിയുന്നെങ്കിൽ, അതിനുവേണ്ടി തീവ്രമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ വളരെ വലിയ ബ്ലെസ്സിങ് ആണ്. ഓക്കെ, എന്റെ പോയിന്റ് അതല്ല. ഹാലലൂയ, സ്തോത്രം. ഈ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, അവന്റെ മരണത്തിൽ അനുഭവപ്പെടാനുള്ള ആഗ്രഹം, തുടർന്ന് ഇങ്ങനെ കടന്നുപോയി കഴിയുമ്പോഴാണ് നെക്സ്റ്റ് ലെവലിലേക്ക് പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയുക. പ്രൈസ് ഗോഡ്. പാപത്തെയും മരണത്തെയും ഈ ലോകത്തെയും ജയിക്കുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണമോ? ചില മരണത്തിൽ പങ്കാളിയായി പറ്റുകയുള്ളൂ ദൈവമക്കളെ. ചില കഷ്ടാനുഭവങ്ങൾ കൂടി കടന്നുപോയി പറ്റുകയുള്ളൂ. അവന്റെ മരണത്തിൽ പങ്കാളിയായാൽ മാത്രമേ പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഹാലലൂയ. നമ്മളെല്ലാം പുനരുദ്ധാനത്തിന്റെ ശക്തി വേണമെന്ന് പറയുന്നുണ്ട്. പവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പറയുന്നവരാണ്. ഹാലലൂയ. പക്ഷേ പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ മരണത്തിൽ കൂടി കടന്നുപോയി സാധ്യമാകുന്നു. അത് ജഡിക മരണമല്ല, ക്രിസ്തുവിനെ പ്രതിയുള്ള നമ്മുടെ, ഹാലലൂയ, സ്വയത്തിന്റെ മരണത്തിൽ കൂടി കടന്നുപോയാൽ മാത്രമേ പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യക്തമായ വിധത്തിൽ വേണ്ട പോലെ അനുഭവിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഹാലയിൽ പലപ്പോഴും ഒരു ഒരു വൈബ്രേഷനൊക്കെ അടിച്ച്, ഒന്ന് കുതിച്ചു ചാടി, ഒന്ന് പൊങ്ങിച്ചാടി, ഒന്ന് കൈയൊക്കെ അടിച്ച് ഒരു ആരാധന ഒതുങ്ങാമെന്നല്ലാതെ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണമെങ്കിൽ ക്രിസ്തു മരിച്ച അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ മാത്രമേ കഴിയുകയുള്ളൂ. ചില സാക്രിഫൈസുകൾ അവിടെ ആവശ്യമാണ്. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അവിടെ ആവശ്യമാണ്. അതൊരു ലോങ് പ്രോസസ് അല്ല. ഓഫ് കോഴ്സ് അതൊരു വലിയ ദൈർഘ്യമുള്ള ഒരു യാത്രയല്ല. അത് വളരെ ചെറിയ ദൈർഘ്യമുള്ള ഒരു യാത്രയാണെങ്കിൽ പോലും അത് കടന്നുപോയാൽ മാത്രമേ ക്രിസ്തു നേടിയെടുത്ത പുനരുദ്ധാനത്തിന്റെ ശക്തി നമ്മളിലേക്കും കടന്നു വരികയുള്ളൂ. അത് മരണത്തെയും പാപത്തെയും ലോകത്തെയും ജയിക്കുന്നതാണ്. ഹാലലൂയ. സാത്താന്റെ കെട്ടുകളെ പൊട്ടിക്കുന്നതാണ്. മരണത്തിന്റെ പാശങ്ങളെ അറുത്തു കളയുന്നതാണ്. ലോകത്തിൻ്റെതായ ഹാലലൂയ പാപത്തിന്റെ പ്രവൃത്തികളെ നുള്ളിക്കളയുന്ന ശക്തിയാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി. അതിനെക്കുറിച്ച് ഒത്തിരി പറയാം. പക്ഷെ ഞാൻ ഈ കോണ്ടക്സ്റ്റിനെ വെച്ച് മാത്രം സംസാരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി നിങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ക്രിസ്തു അനുഭവിച്ചതുപോലെ ചില കഷ്ടാനുഭവങ്ങൾ, ആ വ്യക്തിപരമായ ബന്ധം, ക്രിസ്തു അവനെ അറിയേണ്ടതിനും ഇരിക്കേണ്ടതിനും, അങ്ങനെ ക്രിസ്തുവിൽ ഇരിക്കുക, ക്രിസ്തുവിനെ അറിയുക, കഷ്ടാനുഭവങ്ങൾ കടന്നു പോവുക, മരണത്തിൽ പങ്കാളിയാവുക, അങ്ങനെ പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയുക. ഹാലലൂയ, സ്തോത്രം. ആ പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയുക എത്ര ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ദൈവത്തിന്റെ നോട്ടം. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ ചില വിലകൾ കൊടുക്കേണ്ടത്, ചില സാക്രിഫൈസുകൾ ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ചില കഷ്ടാനുഭവങ്ങളുടെ കടന്നു പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ പിന്നെയും പറയുന്നത് ഒരിക്കലും ഒരു ലോങ് പ്രോസസ് അല്ല. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും ആ മരണത്തിനോട് സാദൃശ്യരിക്കുക. നമ്മൾ ക്രിസ്തുവിനെ പോലെ എന്നും മരിക്കേണ്ടവരാണ്. ഹാലലൂയ. പക്ഷെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലോങ് പ്രോസസ് അല്ല. അത് ചെറിയൊരു ദൈർഘ്യമുള്ള ഒരു പ്രോസസ്സാണ്. അതിലൂടെ കടന്നു പോകാന്ന് വെച്ചാൽ അത് മരണത്തിന് അനുരൂപത്തിന് മുമ്പുള്ള ഒരു ചെറിയ പ്രോസസ്സാണ്. ഹാലലൂയ. നമ്മൾ ക്രിസ്തുവിനെ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ഞാൻ ദിനംതോറും മരിക്കുന്നു, എന്റെ ശരീരത്തിൽ ഞാൻ മരണം അനുഭവിക്കുന്ന പറയുന്നത്. ഈ ഒരു മരണം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനി ദിനംതോറും അനുഭവിക്കേണ്ടത്. അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെട്ട് വരുന്നത്. ആ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടുന്ന സകലത്തിനെയും തകർത്ത് കളയുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്. ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തു ജീവിതത്തെ മനോഹരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി ഏറ്റവും ആവശ്യമാണ്. ഹാലലൂയ. അതൊരു വൈബ്രേഷൻ അല്ല, അതൊരു കയ്യടിയും പാട്ടുമല്ല, അത് ഒരു ആരാധനയ്ക്ക് നമ്മൾ വെക്കുന്ന ചില സ്റ്റെപ്പുകളല്ല, മറിച്ച് പാപത്തെയും മരണത്തെയും ഹാലലൂയ ലോകത്തെയും ജയിക്കുവാൻ ദൈവപുത്രൻ ചെയ്തതുപോലെ, ദൈവപുത്രൻ കടന്നുപോയ പോലെ അനുഭവങ്ങളുടെ കടന്നുപോയി പാപത്തെയും പിശാചിന്റെ അവന്റെ തന്ത്രങ്ങളെയും ജയിക്കുവാൻ ദൈവം നമുക്ക് വെച്ചിട്ടുള്ള ഭയങ്കരമായ ശക്തിയാണത്. ഹാലലൂയ. വരും ദിവസങ്ങളിലും അതിൽ ഹാലലൂയ വളരുവാൻ തക്കവണ്ണം
ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യുന്ന സമയമാണ്. സമയത്ത് അതിനായിട്ട് വിനിയോഗിച്ചാൽ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.